ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനുമാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടീനിയം ചെടികൾ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് പുതിയ ചെടികളിൽ എങ്ങനെ പെട്ടെന്ന് പൂക്കൾ വിരിയിച്ചെടുക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ചെടികൾ വിത്ത് മുളപ്പിച്ചിട്ട് നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷേ വിത്ത് മുളപ്പിച്ച തൈകൾ നമുക്ക് അത് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 3-4 വർഷമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. നല്ല 30 ചെടികളിലാണ് പെട്ടെന്ന് പൂക്കൾ വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ചെടികളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമ്മൾ കട്ടിങ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൽ പുതിയ ശാഖകൾ വരുന്നതായിട്ട് കാണാം. അതേപോലെ എയർ ലെയറിങ് ചെയ്ത് നമ്മൾ നട്ടുകൊടുത്ത ചെടിയാണ്. അപ്പോൾ അതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എയർ ലെയറിങ് നല്ലൊരു മെത്തേഡാണ്. നമുക്ക് ഈ ചെടികളൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന രീതിയിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് എയർ ലെയറിങ്. അതുകൂടാതെ നമുക്കിതിൻ്റെ കട്ടിങ്ങും ഇതിൽ നമുക്ക് ഒട്ടിച്ച് കൊടുത്ത് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. തൈകൾ എങ്ങനെ നമുക്ക് കട്ടിങ് നമുക്ക് അതിൽ ചേർത്തെടുക്കാം എന്നുള്ളത് നോക്കാം. അതേപോലെ ഗ്രാഫ്റ്റിങ്ങിന് നമുക്ക് വേണ്ടത് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന തണ്ടുകളാണ്. പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ചെടിയിലെ തണ്ടുകൾ നമുക്ക് ഇതേപോലത്തെ തണ്ടുകൾ ഉണ്ടാവും. നമ്മൾ ഗ്രൂൺ ചെയ്ത് വെച്ച തണ്ടുകളൊക്കെ ഉണ്ടാവും. ആ തണ്ടുകളാണ് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസ് നമ്മൾ തൈകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ തൈ കട്ട് ചെയ്ത് ഇതിൻ്റെ പീസ് എടുത്ത് നമുക്ക് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചെടികളിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെടികൾ കിട്ടാറ്. നമ്മൾ ഒരു മദർ പ്ലാന്റ് ഉണ്ടാവും. ആ മദർ പ്ലാന്റിൽ ചെറിയ കട്ടിങ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും. അതിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടായി വരിക. പിന്നെ കട്ടിങ്ങുകൾ പ്രൂൺ ചെയ്തിട്ട് ആ ഒരു ശാഖകൾ കൊണ്ട് വീണ്ടും തൈകൾ ഉണ്ടാക്കിയെടുക്കും. ആ ഒരു മെത്തേഡിലാണ് അടീനിയം ചെടികൾ ചെറിയ ചെടികളിൽ തന്നെ പെട്ടെന്ന് പൂക്കൾ വിരിയാനുള്ളൊരു അവസ്ഥയിലേക്ക് മാറി കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു കട്ടിങ് ഏകദേശം ഒരു 1.5 ഇഞ്ച് നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു കട്ടിങ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളൊരു ബ്ലേഡിൽ വെച്ചിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ ഏതൊരു അഴുക്കും പറ്റാത്ത രീതിയിൽ നമുക്ക് ചെറിയൊരു പ്ലാന്റിലേക്ക് നമുക്കൊരു പോളിത്തീൻ കവർ വെച്ച് കവർ ചെയ്ത് കെട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചെടിയിൽ നമ്മൾ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം വെച്ച് കൊടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ഇത് താഴ്ത്തി വെച്ച് ഒന്നുകൂടെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കട്ടിങ് വെച്ച് പോളിത്തീൻ കവർ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു പീസ് അഴുക്കുകളൊന്നും പറ്റാത്ത രീതിയിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു പോളിത്തീൻ കവർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കി ടൈറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് ഒരു 25-30 ദിവസം ആകുമ്പോഴേക്ക് ഇതിലേക്ക് ഒട്ടിച്ചേർന്ന് പുതിയ മുകളങ്ങളൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കവർ വന്ന് റിമൂവ് കൊടുത്താൽ മതി. അടീനി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ ഒട്ടിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുതിയ തൈകൾ ചെറിയ തൈകളിൽ നമ്മൾ പൂക്കൾ വന്നിട്ടുള്ള തണ്ടുകൾ കിട്ടുകയാണെങ്കിൽ ആ തണ്ടുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ചെടി പെട്ടെന്ന് നമുക്ക് പൂക്കൾ കിട്ടുകയും ചെയ്യും. നമ്മളിത് മുറിച്ചെടുത്ത തലഭാഗമാണ്. നമ്മൾ ലെയറിങ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുത്ത് അത് 1 മാസമൊക്കെ ആകുമ്പോഴേക്ക് വേര് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഈ മെത്തേഡിൽ നല്ല പ്ലാന്റിൻ്റെ പൂക്കൾ വിരിഞ്ഞ പ്ലാന്റിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളറുള്ള ചെടികളൊക്കെ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ തണ്ടും കൂടി ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ നടുകയാണെങ്കിൽ ഈ മുറിച്ച തണ്ട് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ലെയറിങ് ചെയ്തുകൊണ്ട് ചെറിയ വേരുകളൊക്കെ വന്ന് അത് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതേപോലെ ഗ്രാഫ്റ്റിങ് ചെയ്ത് പുതിയ തൈകളൊക്കെ പിടിപ്പിക്കാൻ സാധിക്കും. ഇത് മുള വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതുകൂടാതെ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ ലെയറിങ് വളരെ സക്സസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.